അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബ്സ്വാർ സബക്ക് 5. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ ഫർളുസ് സാലിസു. വുളൂവിൻ്റെ മൂന്നാമത്തെ ഫർള് ഖുസ്ലുൽ യദൈനി, രണ്ട് കൈ കൈകളാണ്, മഅൽ മിർഫഖൈനി, രണ്ട് മുട്ടുൾപ്പെടെയും, വമ അലൈഹിമ, അവരുടെ മേൽ ഒന്നോടുകൂടെയും രണ്ട് കൈ കൈക. സവാഉൻ കസൂഫ ശഅറു ഔ ഖഫഫ, മുടി തിങ്ങലും നേരിയതാകലും സമമാണ്. ഒരാളുടെ കയ്യിൽ നല്ല മുടിയുണ്ട്, അല്ലെങ്കിൽ നേരിയതാണ് അല്ലെങ്കിൽ തിങ്ങിയതാണ് എന്ന ഉള്ളും പുറവും കൈകൾ നിർബന്ധ. അൽ ഫർളു റാബിഉ, നാലാമത്തെ ഫർള് മസ്ഉൽ കരീരി, അല്പം തടവ, പിൻ ബശറത്തി റയസി ഒമിൻ ശഅരിഹി, തലയുടെ തൊലിയിൽ നിന്നോ അല്ലെങ്കിൽ തലയുടെ മുടിയിൽ നിന്നോ അല്പം തടവലാണ്. പക്ഷേ ബിശർത്തി മംസൂഹു ഫി അദ്ദി റയസി, തടവപ്പെടുന്നത് തലയുടെ പരിധിയിലായിരിക്കണമെന്ന നിബന്ധനയോടുകൂടെ. അല്ലേ, നമ്മൾ മുടിമ തടവുമ്പോൾ തലയുടെ പരിധി നോക്കണം. ചില സ്ത്രീകൾക്കൊക്കെ മുടികളുണ്ടാവും, തയോടുണ്ടാവും. അതേപോലെ ചില ആണുങ്ങൾക്കും എന്തുണ്ടാവും, മുടി എല്ലാം വളർത്തിയിട്ടുണ്ടാവും. ആ തടവപ്പെടും തലയുടെ പരിധിയിലല്ലാതെ താഴ്ത്തി പിടിച്ച് തലയുടെ പരിധിയുടെ അപ്പുറത്ത് പോയി തടവിക്കഴിഞ്ഞാൽ വുളൂ സ്വഹിയാവുകയില്ല. അൽ ഫർളു ഖാമിസു, അഞ്ചാമത്തെ ഫർള് ഖുസ്ലുൽ റിജ്ലൈനി, രണ്ട് കാൽ കൈകളാണ്, മഅൽ കഅബൈനി, രണ്ട് ജനിയാൻ ഉൾപ്പെടെ രണ്ട് കാല് കൈകളാണ്. ഷുഖൂഖിഹിമ വമ അലൈഹിമ, അവ രണ്ടിനെ വിള്ളലോടെയും അതിൻ്റെ മേലുള്ള വിരലിൻ്റെ അടിയിലും വിള്ളലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യണം, കഴുകണം. വയഖൂമുൽ മസ്ഹു അലൽ ഖുഫൈനി, രണ്ട് ഖുഫിൻ്റെ മേൽ തടവിൽ നിൽക്കും. മക്കാമ ഖുസ്ലി റിജ്ലൈനി, രണ്ട് കാൽ കഴുകുന്ന സ്ഥാനത്ത് നിൽക്കും. എപ്പോൾ? ഇൻദജിതിമായി ശുറൂത്തിഹിൽ മഅറൂഫത്തി ഫി കുതുബിൽ ഫിഖ്, ഫിഖിൻ്റെ കിതാബുകളിൽ അറിയപ്പെട്ടതായ ഷർത്തുകൾ സമ്മേളിക്കുന്ന സമയത്ത് രണ്ട് കാൽ കഴുകുന്ന സ്ഥാനത്ത് രണ്ട് ഖുഫിൻ്റെ മേൽ തടവ് നിൽക്കും. അത് നമുക്ക് ഖുഫിൻ്റെ ബാബോധുമ്പോൾ നമുക്ക് വിശദമായി പറയാം. അൽ ഫർളു സാദിസു, ആറാമത്തെ ഫർള് അത്തർത്തീബു, തർത്തീബാണ്, വൈക്കുവൈ ചെയ്യാൻ ആ കഥപ്രകാരം പോലെ തന്നെ. അപ്പോൾ ഒന്നാമത്തെ എന്തായിരിക്കും? നിയത്ത്, രണ്ട് മുഖം കഴുകുക, മൂന്ന് രണ്ട് മുട്ടുൾപ്പെടെ രണ്ട് കൈ കഴുകുക, നാല് തലയിൽ നിന്ന് അല്പം തടവുക, അഞ്ച് നെരിയാനുൾപ്പെടെ രണ്ട് കാല് കഴുകുക. ഇങ്ങനെ തർത്തീബായി ചെയ്യണം. ഇനി വുളൂവിൻ്റെ സുന്നത്തുകൾ നോക്കുക. വസുനനുഹു, വുളൂവിൻ്റെ സുന്നത്തുകൾ അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യലാണ്. അർളൻ, വീതിയിൽ ഫിൽ അസ്നാനി, പല്ലുകളിൽ എന്തിനും വീതിയിലാണ് തേക്കേണ്ടത്. അപ്പോൾ തൂലൻ ഫിൽ ലിസാനി, നാവിലെന്താണ് നീളത്തിൽ എന്ത് ചെയ്യണം, മിസ്വാക്ക് ചെയ്യണം. അതിനെ ബിഖഷിനിൻ, ഉരമുള്ള വസ്തു കൊണ്ട്. ഒരി ഇസ്ബഇഹി, അവൻ്റെ വിരലില്ലാത്ത, ചില ആളുകൾക്ക് കല്ലുപണി മറ്റേ പണിക്ക് പോകുമ്പോൾ എന്തുണ്ടാവും, കൈയൊക്കെ നല്ല ഉരുണ്ടാവും, അതുകൊണ്ട് വെള്ളിയാഴ്ച സുന്നത്ത് കിട്ടില്ല. അവൻ്റെ വിരലല്ലാത്ത ഉരമുള്ള വസ്തു കൊണ്ട് എന്ത് ചെയ്യണം, മിസ്വാക്ക് ചെയ്യണം. വയുസ്തഹബു ഫീ കുല്ലി വക്തിൻ, എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താക്കപ്പെടും. ഇല്ലാ ബഅദ സവാലി ലിസ്വായിമി, നോമ്പുകാരക്ക് ഉച്ചയ്ക്ക് ശേഷം വയ്ക്കുക. നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാൻ പാടില്ല, മിസ്വാക്ക് ചെയ്യാൻ പാടില്ല. ഫൈനഹു യുക്റഉ ഇലൽ ഉറൂബി, അസ്തമയം വരെ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താക്കപ്പെടും. എന്നാൽ വായ പകർച്ചയായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും, അങ്ങനെ ആ രൂപത്തിലൊക്കെ മിസ്വാക്ക് ചെയ്യൽ കറാഹത്തിൽ നമുക്ക് മറ്റു കിതാബിൽ കാണാം. വയതഅക്കദു ഇസ്തിഹ്ബാബു സിവാക്കി, മിസ്വാക്ക് ശക്തിയായ സുന്നത്താവും ഇന്ദ സ്വലാത്തി, നിസ്കാരത്തിൻ്റെ സമയത്തും, വഇൻദൽ ഖിറാഅത്തി, ഖിറാഅത്തിൻ്റെ സമയത്തും, കിതാബ് ഓതുമ്പോൾ, ഇൽമു പഠിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, മിസ്വാക്ക് ചെയ്യുക. അതുപോലെ വഇൻദ തഗയ്യുറിൽ ഫമി, വായ പകർച്ചയാകുന്ന സമയത്തും, വഇൻദ ദുഖൂലിൽ ബൈത്തി വൽ ഖുറൂജ് മിൻഹു, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തും, വഇൻദ നൗമി, ഉറങ്ങുന്ന സമയത്തും, രാവിലെ ഉറങ്ങട്ടെ ഉച്ചയ്ക്ക് ഉറങ്ങട്ടെ രാത്രി ഉറങ്ങട്ടെ അപ്പോഴൊക്കെ സുന്നത്താണ്. ഇസ്തിഅഖാദ് മിൻഹു, ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്തും ഈ രൂപത്തിലൊക്കെ എന്താണ്, മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. വൽ ഔലാ അയകൂന ബിഖശബിൻ ലഹു റാഹിയത്തുൻ സക്കിയ, നല്ല വാസനയുള്ള കൊള്ളി കഷ്ണം കൊണ്ടായിരിക്കലാണ് ഏറ്റവും നല്ലത്. കൊള്ളി കഷ്ണം, നല്ല വാസനയുള്ള കൊള്ളി കഷ്ണം, അതന്നെ വയക്കൂന ബിൽ അറാഖി, അറാഖ് ഉള്ളി കൊണ്ടായിരിക്കലാണ് ഏറ്റവും നല്ലത്. കൊള്ളി കഷ്ണം, ആ കൊള്ളി കഷ്ണ കൂട്ടത്തിൽ തന്നെ ഏറ്റവും നല്ലതാ അറാഖ് ഉള്ളി കൊണ്ടായിരിക്കലാണ് സുന്നത്ത്. ഇൻഷാ അല്ലാഹ് നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.